ഞാൻ 3-4 കോഴിയെ കൊടുത്തോളൂ, പക്ഷേ പൈസ പണയത്തിന് അടയ്ക്കാമല്ലോ, ഇനി ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ, അത് പൈസ എനിക്ക് കിട്ടിയില്ല, കിട്ടുമ്പോൾ ഞാൻ തരാമെന്ന് പറയും. പക്ഷേ പുള്ളി 8 മണിയാകുമ്പോഴേ ഈ ഓട്ടോയും എടുത്തുകൊണ്ട് അങ്ങ് പോകും. അവർ നിന്ന് തേച്ച് വഴക്കാൻ കാര്യം പറഞ്ഞതിന് കൂടെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നതൊക്കെ പുള്ളിയെ കൊണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം കുഞ്ഞിന് വയ്യ അച്ചാച്ചാൻ്റെ കുളത്തൂപ്പുഴ വരുന്ന പോകണമെന്ന് പറഞ്ഞാൽ പറയും വണ്ടിയിൽ ഡീസലില്ല, അല്ലെങ്കിൽ നീ ഒരു 7 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് നീ ഇറങ്ങി പോകാൻ പറയും. നമ്മുടെ കൂടെ വരത്തില്ല. അവിടെ അവൾ എന്ത് പറഞ്ഞാലും കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോവുക, ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക, എല്ലാം ചെയ്യുന്ന പുള്ളിയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ 8 മണിക്ക് ആടിനെ അഴിച്ചു കെട്ടാൻ പോവുക, ഉച്ചയ്ക്ക് കാടി കൊടുക്കാൻ പോവുക. അപ്പോൾ വിളിക്കുമ്പോഴെല്ലാം പുള്ളി പറയുന്നത് ഞാൻ കുളത്തൂപ്പുഴ നിൽക്കുക, ഞാൻ അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക. പക്ഷെ പുള്ളി അവിടെയുണ്ട്, പുള്ളിയുടെ ഓട്ടോ ആ വീട്ടിൽ തന്നെയാണ് എപ്പോഴും. ഒരു ദിവസം കൃത്യമായിട്ട് അറിയാം, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ വിളിച്ചു. രാവിലെ ആടിനെ കെട്ടാൻ പോകുമ്പോൾ 8 മണിക്ക് പോയി 10 മണിക്ക് കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ആദ്യം അച്ചാച്ചനെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. രണ്ടാമത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നെ ഇങ്ങോട്ട് വിളിച്ച്, നീ എവിടെ എന്തോ എടുക്കുന്നു? ഞാൻ പറഞ്ഞു അച്ചാച്ചൻ എന്ത്? അത് അവൻ ആടിനെ അഴിച്ചു കെട്ടിയിട്ട് എപ്പോഴേ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ വീടിൻ്റെ സൈഡിൽ ആട്ടും കൂടി ചെല്ലുമായിരുന്നു. അപ്പോഴും ഞാനും എൻ്റെ മോളും കൊണ്ടുണ്ട്. ഞങ്ങൾ കയറി ചെന്നപ്പം കാണാത്ത സാഹചര്യത്തിലാണ് 2 പേരെയും കണ്ടത്. 2 പേരോട് ഇരുന്ന് കാണാത്ത സാഹചര്യത്തിൽ കണ്ടു. അപ്പോഴും ഞാൻ ഇങ്ങനെ മുഖത്തോട് നോക്കിയിട്ട് ചേച്ചി അല്ലേ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇനി എൻ്റെ വീട്ടിൽ ഇനി പോരുന്നു. അപ്പോൾ ഇവർ 2 പേരും പുറകിൽ എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എടുത്തില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പം ഇവർ സ്കൂട്ടിയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ അങ്ങ് ക്ഷമിച്ച് കള, അറിവില്ലാതെ പറ്റിപ്പോയതാ, ഒരബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അബദ്ധമാണെങ്കിൽ എൻ്റെ അടുത്ത് കൂടെ സഹകരിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് ചെയ്തത് മോശമായി പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നീട് ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു സന്ധ്യയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെടി ഇതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് ഒരാൾ കുടിച്ചിട്ട് കിടക്കുന്നു, എനിക്ക് പേടിയാവുന്നു, ഒറ്റയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴച്ചാച്ച ഈ കെറുവായതിന് ശേഷം നമ്മുടെ വീട്ടിൽ കിടക്കത്തില്ല, വരത്തില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും എടുക്കുകയും ചെയ്ത് 3 മാസം വീട്ടിൽ വരുത്തതേ ഇല്ല. തൊട്ടപ്പുറത്താണ് കുടുംബം, അവിടെയാണ് പോയി കിടക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം. വീട്ടിൽ നിന്ന് വല്ലതും വേണമെന്ന് വെച്ചാൽ പറയും എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചെന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും കുടുംബത്തിൽ നിന്നായിരിക്കുന്നു, പക്ഷെ ആഹാരം വരെ അവളുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്, നമ്മൾ കൊടുത്താൽ വേണ്ട. ആ സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്നെ കൂടെ വിളിക്കും, എപ്പോഴും നമ്മൾ സഹകരിക്കുന്നില്ലേ, അവ എന്തേടി? ഞാൻ പറഞ്ഞ ചേച്ചി കുളത്തൂപ്പുഴ പോയി, എന്തോ എടുക്കുന്നു? അത് ഞാൻ ചുമ്മാ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. പക്ഷെ ആ സമയത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ ഒന്ന് പുള്ളി ആഹാരം കഴിക്കുന്നതായിരിക്കും കാണുന്നത്. സന്തോഷ് വരൂ. പിന്നെ അറിയാലോ ജിത്തു തന്ന പരാതിയെക്കുറിച്ചെല്ലാം സന്തോഷിന് അറിയാമല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് മറ്റൊരാളോട്ട് നമ്മൾ സംസാരിച്ചു, സതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നാട്ടുകാരിയായിട്ടും ഇടയ്ക്ക് സംസാരിച്ചു. അവരും കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്തു. സന്തോഷ് നിങ്ങൾ അങ്ങനെ നല്ല ഒരു സന്തോഷകരമായ ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് കുറച്ച് ഇരിക്കുമല്ലോ മാഡം, കല്യാണം കഴിച്ച അന്ന് മുതൽ വിഷയങ്ങളായിരുന്നു. കല്യാണം കഴിച്ച അന്ന് മുതൽ ഇവിടെ വീട്ടിൽ വന്ന് ആടത്തും മിണ്ടത്തൂരിടത്തൊന്നുമില്ല. എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവിടെ അമ്മ പറഞ്ഞ് കാര്യം ചെയ്ത് 10 ദിവസം വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അവൻ വീട് മാറിയതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴത്തേന് ഒരാഴ്ചയോളം നിന്ന് ഞാൻ വിളിക്കാൻ പോയപ്പോൾ അടുത്തുള്ള അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സംഭവമാണോ? ഉടനെ ഒരു 10 ദിവസത്തിനകത്തുള്ള സംഭവം. 10 ദിവസത്തിനകത്ത്. അപ്പോൾ ഈ കൊച്ചിന് മിണ്ടാത്ത കാര്യമുണ്ടോന്ന് ചെയ്യാൻ പറഞ്ഞ അടുത്തൊരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കണക്ക് ഈ കൊച്ചിന് നട്ട് സജി എന്ന് പറഞ്ഞ ഓട്ടോ ഓടിക്കുന്ന പയ്യനുണ്ട്. ആ പയ്യനായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. കല്യാണത്തിന് തലേ ദിവസം പിന്നെ ഇവിടെ ചെന്ന് വിളിച്ചിറക്കാൻ വേണ്ടി അവിടെ ചെന്ന് വിളിച്ചിറക്കിയതാണെന്ന് ആ ചെറുക്കൻ വിളിച്ചിറക്കിയതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ അത് കേട്ടാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ അങ്ങനെ അപ്പോഴെന്നെ ഒക്കെ കൊടുത്തൊന്ന് ചോദിക്കുകയും ചെയ്ത് ഇനി ഇങ്ങനെ സംഭവം ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവക്ക് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു എന്നാ ഇവള് പറഞ്ഞത്. എന്നിട്ടുണ്ടല്ലോ അത് അവിടെ വിജയിക്കാൻ പറ്റില്ലെങ്കിൽ പിച്ചാത്തേക്ക് എടുത്താണ്, നീളമുള്ള പിച്ചാത്തി എടുത്തുണ്ട്. ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ബെന്നി എടുത്തിട്ട് ഇങ്ങനെ വീശൊക്കെ നമ്മൾ അടുത്തോട് ചെല്ലുമ്പോഴത്തേന് എന്തോ വീശൊക്കെ വീശെന്ന് അറിയാമോ? എനിക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമേ ഇല്ല, എന്നെ ഇനി നിർബന്ധിക്കുകയും ചെയ്യരുത്. ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളതും ആ കുട്ടി പറഞ്ഞു. കാരണം ഇപ്പോൾ അവിടെ നിങ്ങൾക്കൊരു അവിഹിത ബന്ധം ഒരു സ്ത്രീയുമായിട്ടുണ്ട്. ആ സ്ത്രീയായിട്ട് നമ്മൾ സംസാരിച്ചു. മേഡം ഇവള് ആദ്യം ആ വീട്ടിൽ പോയി ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി നല്ലൊരു കുടുംബം സഹകരിച്ചുകൊണ്ടിരിക്കുക. ഇവൾ അവിടെ നിന്ന് ആഹാരം കഴിപ്പ് ഞാനും കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പൈസ എടുപ്പ്. ഇവളുടെ അമ്മ വയ്യ കിടന്നപ്പോഴത്തേന് ആ കൊച്ചിന്റെ കഴുത്തെ കിടന്ന മാല കൊണ്ട് 4000 രൂപയ്ക്ക് പണയം വെച്ചിട്ടാണ് ഈ കൊച്ച് ഇവള് പറഞ്ഞ് എന്തിനാ കൊണ്ടുവന്ന് പണം വെച്ച് ബാങ്കിൽ ഇട്ട് കൊടുത്തത്. അവരെ വിളിച്ച് ചോദിച്ചാൽ പെണ്ണെ വിളിച്ച് ചോദിച്ച് എത്ര രൂപ ആ കൊച്ചിനെ തള്ളയുടെ മോതിരങ്ങൾ എന്തെല്ലാം മേടിച്ചു ആ കൊച്ചിന്. എത്ര വയസ്സായി? 34. അവർക്ക് 33. ആർക്കാ ആ സ്ത്രീ അറിയത്തില്ല.
നിങ്ങള് ഈ ഒരു അധ്യാപകന്റെ സ്ഥാനം എടുത്തൊരു വിദ്യാർത്ഥിനിയെ അടിക്കുന്ന തരത്തിൽ അടിക്കുന്ന ഒരാളാവാനും ഭർത്താവിന് അവകാശമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നീ എന്തിനു കേസ് കൊടുക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് കൊണ്ട് കോടതി കൊണ്ടുവന്ന് കൊടുത്ത് ഡൈവോഴ്സ് ചെയ്ത് പൊയ്ക്കൂടെ? തിരിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവർ ചെയ്യുന്നതിൽ പല കുഴപ്പങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവിട്ടാൽ നിങ്ങൾ വേറെ ആരെങ്കിലും പിന്നെ നിങ്ങൾ അടിക്കാൻ പോകുന്നു. ഞാൻ അടിക്കും, ഞാൻ കമ്പെടുത്ത് വെച്ച് അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിട്ടുണ്ട്. ഇത് കള്ളത്തിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ചെയ്തെന്നല്ല പറഞ്ഞത്. അപ്പൊ തിരിച്ച് അവര് അതിന് പ്രതികരിക്കും. ചിലപ്പം കത്തിയെടുത്ത് വീശും, ചിലപ്പം കോടാലി എടുത്ത് കാണിക്കും. അപ്പം എത്രയോ കുടുംബങ്ങളിൽ നല്ലതായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, അവരെ ഭർത്താക്കന്മാർ അടിക്കുമ്പോൾ ചെരുപ്പൂരി അടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല കുടുംബത്തിൽ പല സ്ത്രീകളും ഉണ്ടാവും. ആ നല്ല കുടുംബം എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ഇത്തരം അവിഹിതം വന്ന് പെടാറില്ല. ക്യാമറ ഓഫ് ചെയ്യാൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേണ്ട ഒന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ അടുത്തോട്ടെല്ലാം അടിവേറിന് വേദനയുണ്ടോ?